ഹലോ, അപ്പോൾ ഒരു ലോങ് വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കണു. ഇതൊരു എനിക്ക് സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എനിക്ക് 2 ഗസ്റ്റിനെ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ ഗസ്റ്റ് ഇതുവരെ എത്തിയിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ പുത്രനെയും പുത്രിയെയും ഞാൻ ഉറക്കി കിടത്തിയിട്ടുണ്ട്. പുത്രി സ്കൂളിൽ പോയിട്ടില്ല കേട്ടോ, പനിയാണ്. അപ്പോൾ അവർ ഉറക്കം എഴുന്നേൽക്കുന്നതിന് മുന്നേ പോയി കുളിച്ചേക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും ഞാൻ കുളിച്ചിട്ട് വന്നിട്ടും ഗസ്റ്റൊന്നും വന്നില്ല. ഏട്ടൻ ജോലി കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട്. നോക്കിയിട്ട് 2 ആൾക്കാരെയും കാണാനില്ല. നോക്കിയപ്പോൾ അപ്പൻ വന്നിട്ട് ഇപ്പുറത്തെ മുറിയിൽ 2 മക്കളായിട്ട് കണ്ട. എന്ത് നല്ല മര്യാദയുള്ള കുട്ടനും കുട്ടത്തിന്ന്. എൻ്റെ അടുത്താണെങ്കിൽ ആ മൂത്ത സന്താനം ഉണ്ടല്ലോ, എന്നോട് എപ്പോഴും അടിയാണേ. എളിയതില്ലേ, അവൻ എപ്പോഴും കീറക്കമാണ്. പക്ഷെ അപ്പം വരുമ്പോൾ ഇവർ രണ്ടുപേരെ പോലെ മര്യാദയുള്ള പിള്ളേർ ഈ ലോകത്തെവിടെയും കാണാൻ കഴിയില്ല ഗൈസ്. അതാണ് റിയാലിറ്റി. ചില റീൽസൊക്കെ കാണുമ്പോൾ എനിക്ക് നല്ലോണം റിലേറ്റ് ചെയ്യാൻ പറ്റാറുണ്ട്. അപ്പോൾ ഗസ്റ്റിനെയൊന്നും കണ്ടില്ല. ഗസ്റ്റിനെയൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഭയങ്കര വെയിറ്റിംഗ് ആണ്. അപ്പോൾ എൻ്റെ മൂത്ത പുത്രിയുടെ ബർത്ത്ഡേ ആണ്, 6ാമത്തെ. എൻ്റെ ദൈവമേ, എന്തോരം പെട്ടെന്ന് ആ പിള്ളേരൊക്കെ വളരുന്നത്. ശരിക്കും എനിക്കാണെങ്കിൽ എന്ന് ഇവള് ചെറിയ കുട്ടിയെ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. എല്ലാവർക്കും അങ്ങനെയാണല്ലേ. അപ്പോൾ നമ്മുടെ ഗസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അവളുടെ എൻ്റെ അനിയത്തി, അവളുടെ ഇഷ്ടപ്പെട്ട കുറേ ഗിഫ്റ്റ്. എല്ലാ തവണയും ഓരോ ഗിഫ്റ്റായിട്ട് ഒരു വലിയൊരു ഗിഫ്റ്റ്. എല്ലാ തവണയും അവൾക്ക് നല്ല ബമ്പർ ലോട്ടറിയാണ് അടിക്കാറ്. ഇത്തവണ അതിനേക്കാളും വലിയ ലോട്ടറിയാണ് അടിച്ചത് കേട്ടോ. അപ്പോൾ ഗിഫ്റ്റ്, നിറയെ ഗിഫ്റ്റ്. പാവക്കുട്ടി ഡ്രസ്സ്, ഹെയർ ആക്സസറീസ്, പിന്നെ പെൻസിൽ, റേസർ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ. ആ പെട്ടി നിറച്ച സാധനങ്ങൾ തന്നെയായിരുന്നു കേട്ടോ. ആൾ ഭയങ്കര ഹാപ്പിയാണ്. അല്ലെങ്കിൽ അവളുടെ ചെറിയച്ഛനും കുഞ്ഞും അവൾക്ക് എപ്പോഴും സ്പെഷ്യലാണ് കേട്ടോ. കാരണം അവളെന്ത് പറഞ്ഞാലും ഓർത്ത് വെച്ച്, പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഒക്കെ അവൾ ആഗ്രഹിക്കുന്ന സാധനങ്ങൾ അവളുടെ കയ്യിലെത്തും. അതാണ് ഇവർ രണ്ടുപേരും പ്രത്യേകത. അപ്പോൾ അച്ഛൻ വന്നിട്ടില്ല, അമ്മയും അനിയത്തിയാണ് വന്നത്. അപ്പോൾ ഇന്ന് ഇവർ ഇവിടെ സ്റ്റേ ചെയ്യും. നാളെയാണ് ശരിക്കും വന്ന ബർത്ത്ഡേ കേട്ടോ. ഭയങ്കര വലിയ ആഘോഷങ്ങളൊന്നും എപ്പോഴും ഉണ്ടാവാറില്ല. ഞങ്ങളുടെ ആനിവേഴ്സറി ആയാലും പിള്ളേരുടെ ബർത്ത്ഡേ ആയാലും ഒക്കെ ഞങ്ങൾ അമ്മയും അച്ഛനും അനിയത്തിയും എപ്പോഴും പ്രസൻ്റാണ്. കാരണം ഞാൻ വേണമെന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും സ്പെഷ്യൽ ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതാണ്. പക്ഷെ അത് വലിയ ആർഭാടമാക്കാനുള്ള ആഗ്രഹമൊന്നും എനിക്കില്ല കേട്ടോ. ഏട്ടൻ എപ്പോഴും പറയാറ്, നമ്മുടെ സന്തോഷങ്ങൾ എപ്പോഴും നമ്മളിൽ തന്നെ ഒതുങ്ങി നിൽക്കണം, എന്നിട്ട് അതിൻ്റെ സ്റ്റാർട്ടിങ് തൊട്ട് എൻഡിങ് വരെ ഹാപ്പി ആയിട്ട് ഇരിക്കണം എന്നൊക്കെയുള്ള ആളൊരു പ്രത്യേക ക്യാരക്ടറാണ്. പക്ഷെ അത് ശരിക്കും എൻ്റെ ലൈഫ് റിലേറ്റ് ചെയ്യുമ്പോൾ അത് സത്യമാണെന്ന് തോന്നാറുണ്ട്. എനിക്ക് എപ്പോൾ സന്തോഷം വന്നാലും അതിൻ്റെ എൻഡ് ഞാൻ കരയും. അത് എന്ത് അങ്ങനെയൊന്നും എനിക്കറിയാൻ പാടില്ല, പക്ഷെ അങ്ങനെയാണ്. HW എന്ന് പറഞ്ഞാൽ ഹോംവർക്കാണേ. കുളിക്കാൻ പോയിട്ട് ഹോംവർക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എന്നെ ഡിസ്റ്റർബ് ചെയ്യാനായിട്ട് ഞാൻ ഇത് എത്രാമത്തെ തവണയാണ് കൊടുക്കണമെന്നറിയോ. എന്തായാലും ഇതിവിടെ കിടക്കട്ടെ. ഇതൊക്കെ ഉള്ളതാണ്. കുട്ടിയും ചട്ടിയൊക്കെ വീട്ടിലുള്ളപ്പോൾ സ്വസ്ഥമായി നമുക്ക് വോയിസ് ഓവറൊന്നും കൊടുക്കാൻ പറ്റാറില്ല. അപ്പോൾ ബർത്ത്ഡേ സെലിബ്രേഷൻ മാക്കും വെള്ളിയാണല്ലോ ദൈവമേ. ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ കുറച്ച് ക്ലിപ്സ് ഞാൻ ഇട്ടേക്കാവേ. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള കാര്യങ്ങളാണ്. മക്കൾക്ക് സന്തോഷം ഉണ്ടാകുമ്പോൾ ഒബ്വിയസ്ലി നമുക്കും സന്തോഷം ഉണ്ടാവും അല്ലേ. അപ്പോൾ ബർത്ത്ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്ത് അമ്മയും അനിയത്തിയും പോയി. എന്താ പറയുക, അതൊരു ഭാഗ്യമാണ്. നമ്മുടെ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള ഡേ ഒക്കെ ഓർത്തിരുന്ന് നമ്മളെ വിഷ് ചെയ്യാനും നമ്മുടെ സന്തോഷത്തിൽ പങ്കുചേരാനും ഒക്കെ ആൾക്കാരുണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് വളരെ സന്തോഷവും ഭാഗ്യമുള്ള ദിവസങ്ങളാണല്ലേ. എനിക്ക് എൻ്റെ അനിയത്തി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ ഭയങ്കര അടിയാണ് കേട്ടോ. ഇന്നും അടിയാണ്, പണ്ടും അടിയാണ്. പക്ഷേ എൻ്റെ സന്തോഷത്തിലും എൻ്റെ സങ്കടത്തിലും ആളെപ്പോഴും ഉണ്ടാവും എന്നുള്ളതാണ്. അല്ലെ ശരിക്കും എന്താ പറയുക, ഞങ്ങൾ തമ്മിലിങ്ങനെ ഭയങ്കര ചക്കര ഈച്ചയെന്നല്ല കേട്ടോ. ഞങ്ങൾ തമ്മിൽ ഭയങ്കര ഗിരിയും പമ്പാണ്. എന്നാലും എനിക്ക് അവളും അവൾക്ക് ഞാനും ഭയങ്കര സ്പെഷ്യലാണ്. എന്താ പറയുക, അത്രമേൽ പ്രിയപ്പെട്ടതാണ്. ഇനി പറഞ്ഞു കഴിഞ്ഞ് കണ്ണു കിട്ടണ്ട. എന്താ പറയുക. അപ്പോൾ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞിട്ട് അവരൊക്കെ പോയിട്ടുള്ള പിറ്റേന്നത്തെ ദിവസത്തിൻ്റെ കുറച്ച് ക്ലിപ്പും ഒക്കെയാണ് ഇവിടെ ചേർത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളും കമൻറ്റ് ചെയ്യാം കേട്ടോ, നിങ്ങളുടെ കൂടപ്പിറപ്പ് എങ്ങനെയാണെന്ന്. എല്ലാവർക്കും പല അഭിപ്രായങ്ങളും അല്ലെങ്കിൽ പല സിറ്റുവേഷനായിരിക്കും അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യണേ.
ഭയങ്കര സ്നേഹമാണോ? തല്ലുകൂടാറുണ്ടോ? കല്യാണം കഴിഞ്ഞ് ഇപ്പം എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 9 വർഷം ആവാൻ പോണു കേട്ടോ. ഇപ്പോഴും ഞങ്ങൾ തമ്മിൽ തല്ലുകൂടാറുണ്ട്. 2 ദിവസം വീട്ടിൽ നിൽക്കാൻ പോയി കഴിഞ്ഞാൽ ഈ 2 ദിവസം ഞങ്ങൾ തല്ലുകൂടും. എന്നാൽ ഞാൻ തിരികെ വരുമ്പോൾ അവൾക്ക് സങ്കടമാവും. എന്നിട്ട് ഞാൻ വന്ന് 2 ദിവസം കഴിയുമ്പോൾ എന്നെ വിളിക്കും, ചേച്ചി വാന്ന്. തല്ലുകൂടിയില്ലെങ്കിൽ ഒരു മനസ്സമാധാനമില്ല. എന്തൊക്കെയാണോ ബ്ലാ 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 ബ്ലാ. ഇത്രയും ലോങ് വീഡിയോ ഒക്കെ വരുമ്പോൾ ഉണ്ടല്ലോ, വോയിസ് ഓവർ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കഷ്ടമാണ്. കരിയപ്പലയിലെ കുരുവല്ല ബൈ.